പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യയുടെ പ്രഥമ സെക്രട്ടറി ഭാവിക മംഗളാനന്ദൻ. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം UN-ൽ ഉന്നയിച്ചുകൊണ്ട് കടുത്ത രീതിയിലുള്ള പ്രകോപനമായിരുന്നു പാകിസ്ഥാൻ പ്രസിഡന്റ് ഷെഹ്ബാസ് ഷെരീഫ് നടത്തിയത്. മേഖലയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് തുടങ്ങി തികച്ചും ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രസംഗം. എന്നാൽ പാകിസ്ഥാൻ പ്രസിഡന്റിന് ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന തുടർച്ചയായ പിന്തുണ അനിവാര്യമായും അനന്തരഫലങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഇന്ത്യൻ പ്രതിനിധി UN-ൽ വ്യക്തമാക്കിയത്. ആഗോള ഭീകരതയിൽ പാകിസ്ഥാന് നിർണായക പങ്കുണ്ടെന്നും അതിർത്തി കടന്നുള്ള ഭീകരതയെ ഒരു ഭരണകൂട നയമായി ഉപയോഗിച്ചതിന്റെ വ്യക്തമായ ചരിത്രം അവർക്കുണ്ടെന്നും UN-ലെ ഇന്ത്യയുടെ പ്രഥമ സെക്രട്ടറി ഭാവിക മംഗളാനന്ദൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണയിൽ പാകിസ്ഥാനെതിരെ നിശിതമായ വിമർശനമാണ് ഇന്ത്യൻ സെക്രട്ടറി സഭയിൽ നടത്തിയത്. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ആക്രമണം ഉൾപ്പെടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ സംഘടിപ്പിച്ച ആക്രമണങ്ങളെ അവർ പരാമർശിച്ചു. ലോകമെമ്പാടുമുള്ള നിരവധി ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ വിരലടയാളമുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രധാനമന്ത്രി ഈ ഹാളിൽ സംസാരിച്ചതിൽ അതിശയിക്കാനില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും എത്രത്തോളം അസ്വീകാര്യമാണെന്ന് നാം വ്യക്തമാക്കണം. പാകിസ്ഥാൻ കൂടുതൽ നുണകൾ ഉപയോഗിച്ച് സത്യത്തെ നേരിടാൻ ശ്രമിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.